ഹായ് ഗൈസ്. അപ്പോൾ കാര്യം എന്താ നിങ്ങൾക്ക് പിടികിട്ടിട്ടുണ്ടാവുമല്ലോ. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും. ഇന്നാണെങ്കിൽ നമ്മൾ പാലക്കാട്ടേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഗൈസ്, പാലക്കാട്ടേക്ക് പോകണതിൻ്റെ ആദ്യ പടിയായിട്ട് നമുക്കൊരു 10 രൂപ ചിലവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽസ് ഞാൻ മൊത്തത്തിൽ പറയാം. അങ്ങനെ മണ്ണാർക്കാട് ബസ് സ്റ്റാൻഡിലെത്തി. അവിടുന്ന് നമുക്ക് പെട്ടെന്ന് ബസ് കിട്ടി കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു 48 രൂപ നമുക്ക് ചിലവ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ബോറടിയൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് പുറത്തത്തെ കാഴ്ചകളും അപ്പോഴാണ് കേട്ടോ ഇങ്ങനൊരു സംഭവം കണ്ടത്. നല്ല മനോഹരമായിട്ടുള്ള ഒരു ബസ് സ്റ്റോപ്പ്. അങ്ങനെ ഒരുപാട് നേരത്തിന് ശേഷം നമ്മൾ പാലക്കാട് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ എത്തിയിട്ടോ. അവിടുന്ന് ലൊക്കേഷൻ ചോദിച്ചു പോണതോ നമ്മളെ സ്വന്തം ജെമിനി വെച്ചിട്ട് കേട്ടോ. ജെമിനി ലാസ്റ്റ് വഴി തെറ്റിച്ചു കേട്ടോ. ലാസ്റ്റ് ലൊക്കേഷൻ വെച്ച് നമ്മൾ നേരെ നടക്കുക. അതും വീണ്ടും തിരിച്ച് നമ്മളെ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിനകത്ത് തന്നെ കേട്ടോ. അവിടെ തന്നെയാണ് ഈ ലൊക്കേഷൻ വരുന്നത്. ഇപ്പം എന്തായാലും ജെമിനി ശരിക്കും ചതിക്കും എന്നൊക്കെ കേട്ടിട്ടുള്ളൂ. ശരിക്കും ഇപ്പാണ് ചതിച്ചു. അങ്ങനെ എങ്ങനെയൊക്കെ വഴി കണ്ടെത്തി നമ്മൾ ഐപ്ലാന്റിൻ്റെ കണ്ട് എത്തിയിട്ടോ. ഞാൻ ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കുമ്പോഴാണ് ഫാമിലി ആയിട്ട് വരുന്നവർക്കൊക്കെ ഇങ്ങനെ ചെസ് കളിക്കാനും അങ്ങനെ ഇനിയിപ്പോൾ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഡ്രോയിങ് ഒക്കെ കൊടുക്കാൻ പറ്റുന്ന സംഭവങ്ങളൊക്കെ ഇവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവിടുന്ന് നമ്മൾ നേരെ ഇറങ്ങി നേരെ പോയതോ നല്ല ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് കയറി കേട്ടോ. അതിൻ്റെ മോനെ സീം ബിരിയാണി അടിപൊളി. പാലക്കാട് ബിരിയാണി പറഞ്ഞാൽ അടിപൊളിയായിട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല കഴിക്കും ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ ചാർജറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരാഴ്ച കഴിഞ്ഞിട്ടുള്ളൂ കിട്ടുക കേട്ടോ. അങ്ങനെ നേരെ നമ്മളെ മണ്ണാർക്കാട്ടിലേക്ക് കേട്ടോ. മണ്ണാർക്കാട്ടിൽ നിന്ന് പാലക്കാട്ടേക്ക് പോകാനും വരാനുമായ ചിലവ് വന്നത് 236 രൂപ കേട്ടോ. അപ്പോൾ ബാക്കി നാളെ കേട്ടോ.